നിങ്ങൾ തൊട്ടാലപ്പം വാടിപ്പോവും. ആക്ച്വലി അതിനെ തൊടാൻ പറ്റത്തില്ല. ഇപ്പോൾ ചില ആളുകളെ പറ്റി നമ്മൾ പറയാറുണ്ടല്ലോ, ഭയങ്കര തൊട്ടാവാടിയാണ്, തൊട്ടപ്പോൾ തൊട്ടാൻ മീൻസ് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ഭയങ്കര ആയിട്ട് സാഡാകും, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ടൈപ്പ് ആളുകളെ പറ്റി പണ്ട് പറയുന്നത് തൊട്ടാവാടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതുപോലെ ഒരു തൊട്ടാവാടിനെയാണ് കാണിച്ചത്. നമ്മൾ കുറച്ചുണ്ടായി വരുന്നുള്ളൂ, കാണിച്ചത് കേട്ടോ. അത് ഞാൻ ഒന്ന് ഇരിക്കട്ടെ, ഇരുന്നിട്ട് കാണിച്ചതാണ്. നമ്മുടെ ആൾ ഇവിടെ തന്നെ ഉണ്ടേ. നമ്മുടെ പൂച്ച സാർ നമ്മുടെ കൂടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ആൾ കേട്ടാ ഒരനക്കവും ഇല്ല, കുറേ നേരമായിട്ട് സ്റ്റാച്ചു ആയിട്ട് ഇരിക്കുക. എൻ്റെ മൂട്ടിൽ തന്നെ ഉണ്ട്, പോകത്തില്ല. ഞാൻ വന്ന സംഭവം കാണിച്ചു തരാമേ. സംഭവം മീൻസ് തൊട്ടാ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ നിൽക്കുന്നതിനാണ് തൊട്ടാവാടി എന്ന് പറയുന്നത്. ഇതിനൊരു പൂവുണ്ട് കേട്ടോ. ആ പൂ പണ്ട് ഞങ്ങൾ കളിക്കാൻ നേരം പറിച്ചെടുക്കുമായിരുന്നു. ഇതിനൊരു മുള്ളുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ തൊടുന്നേ ഉള്ളേ. കണ്ടോ വാടിപ്പോയി. ഇതൊക്കെ ന്യൂസ്റ്റു കേട്ടോ. ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയുമെന്ന് പോലും എനിക്കറിയത്തില്ല. കേസ് ഒരു തുമ്പിയിലൊക്കെ ഉണ്ടോ, നിങ്ങൾ കാണിച്ചതാവേ. കാണിച്ചതാവേ. ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പം തന്നെ വാടിപ്പോകും. ഇതൊക്കെ എന്താല്ലേ, ഇതൊക്കെ പണ്ട് നമ്മളിങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. പണ്ട് കുഞ്ഞിൽ കളിക്കാൻ നേരം ഇതിൻ്റെ പൂവ് എടുക്കാൻ വേണ്ടി പോവായിരുന്നു. ഇതിൻ്റെ പൂവിനൊരു പിങ്ക് കളറാണേ. കണ്ടോ കാണുന്നുണ്ടോ? ഇതൊക്കെ ഇപ്പോൾ ഉള്ളവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊക്കെ മിക്കവരും ഫോണിലായതുകൊണ്ട് ഇതൊന്നും അറിയുമെന്ന് തന്നെ ഡൗട്ടാട്ടോ. ഇത് ഉള്ളിയാണേ. ഇത് അമ്മ ഉള്ളി നട്ടു വെച്ചിട്ടുണ്ട്. അമ്മ ഇവിടെ എന്തൊക്കെയോ കുറേ നട്ടു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിൽ നടക്കാൻ തന്നെ പേടിയാണ്. ഇവിടെ കുറേ കുഞ്ഞു തൊട്ടാവാടികൾ വരുന്നുണ്ട്. ഇതൊക്കെ തൊട്ടാവാടിയാണ്. തക്കാളി എന്നൊക്കെ പറയാൻ തൊട്ടാവാടി. തൊട്ടു വാടിപ്പോ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഉണ്ട്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാണ് തൊട്ടാവാടി എന്ന് പറയും. തൊട്ടാവാടി അതിന് വേറെ നാട്ടിലൊക്കെ എന്താ പേരുന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലായിടത്തും ഇത് തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നല്ലേ, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല കാട് പോലെ ഉണ്ടാവുന്നത് ഈ റോഡ് സൈഡിലൊക്കെ മിക്കയിടത്തും ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ വാടിപ്പോകാൻ. പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ പൂകളാണ്. പണ്ട് നമ്മൾ കളിക്കുന്ന ടൈമിൽ ഇത് കുറേ പറിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ പറിച്ചെടുക്കുമായിരുന്നു. എൻ്റെ ചിരട്ടയില്ലേ, അതിനകത്തൊക്കെ ഇട്ട് നമ്മളത് കൊണ്ടുപോകുന്നത്. മിക്കവാറും കഞ്ഞി കൂട്ടാൻ എന്നൊക്കെ പറയും. മീൻസ് വീട് കെട്ടിയൊക്കെ കളിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കഞ്ഞിയും കൂട്ടാനെന്നൊക്കെയാണ് നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് വേറെ എവിടെയെങ്കിലുമൊക്കെ എന്താ പറയണതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ കളിക്കാൻ എടുക്കുമായിരുന്നു. പിന്നെ അത്ത ഇടുമ്പോഴത്തേക്കും നമ്മൾ നടുക്ക് വെക്കാൻ വേണ്ടിയിട്ട്, റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പറിച്ചൊക്കെ വെക്കുമായിരുന്നു. ഇപ്പോൾ ഈ സംഭവം ഞാൻ എവിടെയും കാണാറില്ല. ഞാൻ കണ്ടിട്ട് ഒത്തിരി. ഇപ്പോൾ ചെറുത് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറിച്ച് കളയാനില്ല. അപ്പോൾ അത് ഫുള്ള് ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷേ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് അതായിരിക്കും. പിന്നെ ഇതിനൊരു മുള്ളുണ്ട്, മുള്ള് കുത്തിക്കയറും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അറിയാത്തവരും കാണും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ വ്ലോഗ് ചെറുത്തിട്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ആൾ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ് നമ്മുടെ ആൾ ഇവിടെ ഇതിലേ നടപ്പുണ്ട് കേട്ടോ. ഇതിലെ ആൾ നടപ്പുണ്ട്. എവിടെ പോയി ബാ? എന്താടാ? അപ്പോൾ ഇതാണ് നമ്മുടെ അല്ല കേട്ടോ, ഏതോ വീട്ടിൽ ആരോ വളർത്തുന്ന ഒരു പൂച്ചയാണ്. അപ്പം നമ്മുടെ വീട്ടിലാണ് അവൾ കൂടുതലും. ഇവിടുത്തെ ആണെന്നൊക്കെ പറയാം. ഏതോ വീട്ടിലാണ്, പക്ഷെ കൂടുതലും ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളായിട്ട് ഭയങ്കര കൂട്ടാണ്. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കാലേ വന്നിങ്ങനെ മുട്ടി നിൽക്കും. ഇങ്ങനെ അതിൻ്റെ സ്കിൻ ഇങ്ങനെ ഉരച്ച് നടക്കും. ഇതാണ് ഇവളുടെ മെയിൻ പരിപാടി. അപ്പോൾ ഞാനിനി എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അവിടെ കാണും, ഞാൻ ഇരുന്ന് അവിടെ കാണും. ഇതാണ് പരിപാടി. അപ്പോൾ ഞാൻ തൊട്ടാവാടി ജസ്റ്റ് കാണിച്ച ഒരു വ്ലോഗ് എടുത്താണ്. അപ്പോൾ തൊട്ടാവാടി ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന തൊട്ടാവാടിക്ക് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്നൊന്ന് പറയണം കേട്ടോ. മിക്കയിടത്തും എനിക്ക് തോന്നുന്നു തൊട്ടാവാടി എന്ന് തന്നെയായിരിക്കും. വേറെ എവിടെയും ഞാനൊന്നും കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുതന്നെ ആയിരിക്കും, അറിയത്തില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് നമുക്ക്. നിങ്ങളുടെ നാട്ടിലേക്ക് ഇപ്പം ഞാൻ കാണിച്ച തൊട്ടാവാടിക്ക് എന്ത് തന്നെ തൊട്ടാവാടി എന്ന് തന്നെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല. ആണെങ്കിൽ ആണെന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. ആക്ച്വലി തൊട്ടാവാടി എന്ന് തന്നെ ആയിരിക്കും, പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലായിടത്തും ഇതൊക്കെ തന്നെ ആയിരിക്കും. ചില സ്ഥലത്തൊക്കെ പലതിനും പല പേരാണല്ലോ പറയുന്നത്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ചോദിച്ചാൽ. അപ്പോൾ ജസ്റ്റ് ഇന്നൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു വീഡിയോ ജസ്റ്റ് ഇടാമെന്ന് കരുതി ഇട്ടതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യണേ. ബൈ, ടാറ്റ, സീ യു.